ഇൻഫ്രാസ്ട്രക്ചർ ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. ഏതൊക്കെ തരം ഇൻഫ്രാസ്ട്രക്ചർ? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ അടിസ്ഥാന സൗകര്യം, അതായത് നല്ല വിദ്യാഭ്യാസ സൗകര്യം, നല്ല മെഡിക്കൽ സൗകര്യം, അതിനൊക്കെയുള്ള അടിസ്ഥാന സൗകര്യമാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ? നമ്മുടെ വികസനത്തിന് ആവശ്യമായ റോഡ്, പാലം, പോർട്ട്, എയർപോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ചേരുന്നതാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്ന ഒന്നാണ് കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അതൊരു വലിയ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. എന്തുകൊണ്ടാണ് വ്യവസായ ഇടനാഴി ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറാണ് എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ഇടനാഴി വന്നു കഴിഞ്ഞാൽ ഇടനാഴിയുടെ ഇരുവശങ്ങളിലും ധാരാളം വ്യവസായ പാർക്കുകൾ വരും. ആ വ്യവസായ പാർക്കുകൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഈ എല്ലാ വ്യവസായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കും. അവയുടെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ അവയുടെ ഗോഡൌൺ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം, അതായത് സാധാരണ പറയുന്നത് ഒരു വ്യവസായ ഇടനാഴി വന്നാൽ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വലിയ തോതിൽ ഉയരും എന്നാണ്. അപ്പോൾ തീരെ വ്യവസായങ്ങൾ വരാൻ ആഗ്രഹിക്കാത്ത കേരളത്തില് ഇങ്ങനെ ഒരു വ്യവസായ ഇടനാഴി വന്നാൽ തന്നെ, എന്ന് വെച്ചാൽ ഒരു നല്ല ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരുമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടും ഒക്കെ 2011 LDF ഗവൺമെന്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ട് നിയമസഭയിൽ കിഫ്ബിയുടെ ഒരു ആക്ട് പാസ്സാക്കുന്നത്. അങ്ങനെ കിഫ്ബി നിലവിൽ വരുന്നു. പക്ഷെ തുടർന്ന് വന്നത് LDF ഗവൺമെന്റ് അല്ലായിരുന്നു, UDF ഗവൺമെന്റ് ആയിരുന്നു. UDF ഗവൺമെന്റ് ഈ കിഫ്ബിയെ കാര്യമായിട്ടൊന്നും സ്വീകരിച്ചില്ല. കിഫ്ബി വഴിയായിട്ട് എന്തെങ്കിലും നടത്താൻ ആഗ്രഹിച്ചതുമില്ല. അങ്ങനെ 2016-17 വീണ്ടും LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നു. അപ്പോ ഈ കിഫ്ബിയെ പൊടി തട്ടിയെടുക്കുന്നു. കിഫ്ബിയെ പൊടി തട്ടിയെടുത്തിട്ട് എന്ത് ചെയ്തു? കിഫ്ബി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് CAG, അതായത് അടി തൊട്ട് മുടി വരെ CAG ഓഡിറ്റ് നടത്താൻ പാടില്ല. അങ്ങനെ CAG ഓഡിറ്റ് നടത്തിയാൽ ചിലപ്പോൾ വലിയ കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്നിരിക്കും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിന്റെ കിഫ്ബിയുടെ ആക്ടില് അസംബ്ലിയിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവന്ന് CAGയുടെ ഓഡിറ്റിംഗ് അതിന്റെ പ്രാഥമിക കാര്യങ്ങളിൽ മാത്രമാക്കി ഒതുക്കി. അതിനുശേഷം 2016-17 ബജറ്റ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം 70,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കിഫ്ബി വഴിയായിട്ട് കൊണ്ടുവരും എന്നാണ് ഡോക്ടർ തോമസ് ഐസക് തന്റെ ആദ്യ ബജറ്റിൽ പറഞ്ഞത്. അങ്ങനെ 2016-17 ഈ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് തുടങ്ങിയത്. അങ്ങനത്തെ കടമെടുപ്പ് തുടങ്ങാൻ ഈ കിഫ്ബിയുടെ ഒരു സ്ഥിതി, അതായത് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ലക്ഷ്യങ്ങള്, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 2017 തന്നെ റിപ്പോർട്ട് ചെയ്തു, ഇത് സുതാര്യമായ കടമെടുപ്പ് രീതി അല്ല. ഈ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ്, അതിന്റെ ഭാരം ഫ്യൂച്ചർ ജനറേഷനിലാണ് ചെന്നെത്തുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നല്ല ഒരു അവസ്ഥ, ഒരു ബോറോയിങ് രീതിയല്ല. മൂന്നാമത് CAG പറഞ്ഞു, ഇതിന്റെ ഭാരം അൾട്ടിമേറ്റ്ലി വന്നെത്തുക ഗവൺമെന്റിലാണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ്, ബജറ്റിന് പുറത്താണ് എന്ന് പറഞ്ഞാണ് കിഫ്ബി വഴിയുള്ള കടമെടുപ്പിന് പ്രാരംഭം കുറിച്ചത്. അപ്പോഴാണ് CAG പറഞ്ഞത് ഇത് സുതാര്യമല്ല, ഇത് എന്റെ ഭാരം ഫ്യൂച്ചർ ജനറേഷനിലാണ് എത്തിച്ചേരാൻ പോകുന്നത്. മൂന്നാമത് ഗവൺമെന്റ് ആണ് ഇതിന്റെ ഈ കടബാധ്യത ഏറ്റെടുക്കേണ്ടി വരിക. ഈ 3 കാര്യങ്ങളും തള്ളിക്കൊണ്ട് അന്ന് അസംബ്ലിയിൽ ചർച്ചയൊക്കെ നടന്നു. കിഫ്ബി കേരളത്തിന്റെ വികസനത്തെ, CAG കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് ചർച്ചകൾ വന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള കഥകൾ നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് CAG പറഞ്ഞത് അല്ലാതെ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ്, കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായിട്ട് കൊടുത്തു തീർക്കാനാണ്, മാസാമാസങ്ങളിൽ കൊടുക്കാനാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് കൊണ്ടുവന്നത്. അപ്പം എന്തുകൊണ്ടാണ് കിഫ്ബി ഈ രണ്ടിനെതിരെയും വിധി എഴുതിയത്? കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കിഫ്ബി പറഞ്ഞു ഇത് ബജറ്റിനകത്താണ്, പുറത്തല്ല. എന്തുകൊണ്ടാണ് ഇത് ബജറ്റിനകത്താണ് എന്ന് പറഞ്ഞത്?
എന്തുകൊണ്ടാണ് കിഫ്ബിയിൽ വ്യക്തികളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വിദേശികളും ഒക്കെ, അതായത് വിദേശ ഫണ്ടിങ് ഏജൻസികളും ഒക്കെ അതില് കിഫ്ബിയുടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം കിഫ്ബിയുടെ ഗ്യാരണ്ടർ ഗവൺമെന്റ് ആണ് അതിന്റെ ഗ്യാരണ്ടർ, അതായത് സോവറിൻ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി. ഇനി ഒരു ഫെഡറൽ സംവിധാനത്തില് സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടർ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാൽ സംസ്ഥാന ഗവൺമെന്റ് കടക്കണിയിലേക്ക് പോയാലും ബെയിൽ ഔട്ട് ചെയ്യാനായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ, അതുപോലെ ഗവൺമെന്റിനെ ബെയിൽ ഔട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിലുള്ള വിശ്വാസം, സംസ്ഥാന ഗവൺമെന്റിലുള്ള വിശ്വാസം, ഇതൊക്കെ കൊണ്ടാണ് കിഫ്ബിയുടെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ CAG ചൂണ്ടിക്കാണിച്ചത്, അതായത് ആദ്യ ബജറ്റിൽ തന്നെ 2016-17 ബജറ്റിൽ തന്നെ ഇന്ധനത്തിൽ 1% സെസ് ഡോക്ടർ ഐസക് ഏർപ്പെടുത്തി. ആ സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കായിരുന്നു, അല്ലാതെ ഖജനാവിലേക്കല്ല. അപ്പം CAG ചോദിക്കുന്നത് ശരിയല്ലേ? കിഫ്ബിയും നമ്മുടെ ഗവൺമെന്റ് ബജറ്റും തമ്മിൽ ഒരു പൊക്കിൾ കൊടി ബന്ധം വന്നില്ലേ? ഈ 1% സെസ് നേരെ കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത്തെ റീസൺ, ഇത് ബജറ്റിനകത്താണ് എന്ന് CAG ചൂണ്ടിക്കാണി. ഇനി മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. അതായത് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% അത് നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല. അപ്പൊ ഈ 3 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CAG പറഞ്ഞത് ഇത് ബജറ്റിനകത്തെ കടമെടുപ്പാണ്, ബജറ്റിന് പുറത്തല്ല. അപ്പൊ എല്ലാ ബാധ്യതകളും, ഇതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കലും എല്ലാ ബാധ്യതകളും സംസ്ഥാന ഗവൺമെന്റിന് ആണ് വരേണ്ടി വരിക. അതുകൊണ്ട് ഇത് ബജറ്റിനകത്ത് വരണം. അപ്പൊ ബജറ്റിനകത്ത് വരണം എന്ന് പറയുമ്പോൾ ഇതിന്റെ കാരണം എന്താണ്? അതായത് ബജറ്റിനകത്ത് കടമെടുക്കാവുന്നത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ബജറ്റിനകത്ത് എടുക്കാവുന്ന കടം GSDPയുടെ 3%. ആ 3%ത്തിലേക്ക് ഇത് കൂടി വന്നു ചേരുമ്പോൾ, കിഫ്ബി വഴിയുള്ള കടം കൂടി വന്നു ചേരുമ്പോൾ സംസ്ഥാനത്തിന് ആകെ എടുക്കാവുന്ന കടത്തിന് പരിമിതി ഉണ്ടാകും. ആ പരിമിതിയിലുള്ള കടം എടുത്താൽ സംസ്ഥാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, പലിശ കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ പക്ഷെ സംസ്ഥാനം അപ്പോഴും പറഞ്ഞു ഇല്ല, ഇത് ബജറ്റിന് പുറത്താണ്, ഇതിന്റെ ബാധ്യത സംസ്ഥാനത്തിന് വരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴിതാ CAG ചൂണ്ടിക്കാണിക്കുന്നത്, CAGയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെയാ പറയുന്നത്? 7762.78 കോടി രൂപയാണ് കിഫ്ബി വഴിയായിട്ട് കടമെടുത്തത്. അത് ഈ ബജറ്റിനകത്ത് കൂട്ടി ചേർക്കണം. അത് 2022-23 വർഷത്തെയാണ് ഈ പറയുന്നത്. ഇനി 6550 കോടിയാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടമെടുത്തിട്ടോ അതിന്റെ പലിശയും മുതലും കൂടി 11,206.49 കോടി ഇപ്പോൾ ബാങ്കുകൾക്ക് കൊടുക്കാറുണ്ട്. അതും സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലായി. അപ്പോൾ CAG ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ 25,874.39 കോടി, അതായത് ഈ മുകളിൽ സൂചിപ്പിച്ച 3 ഫണ്ടും കൂടി ചേർക്കുമ്പോൾ 25,874.39 കോടിയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിനെ ബജറ്റിനകത്ത് തന്നെയാക്കി കണക്കാക്കണം എന്നാണ് CAG മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മുന്നറിയിപ്പൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പിൽ നിർമ്മലാ സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ കാലാകാലങ്ങളില് ക്രമം വരുത്തിക്കൊണ്ട്, അതായത് കടം എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ സമ്മതിക്കാതെ അത് ഇത്രയേ പാടുള്ളൂ, പരിധി നിശ്ചയിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും തീരുമാനങ്ങൾ എടുക്കുന്നതും അത് അറിയിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടഗ് ഓഫ് വാർ കേന്ദ്ര ധനമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും തമ്മിൽ ഒരു വടംവലി നടക്കുന്നു. പക്ഷെ ആ വടംവലിയിൽ തീർച്ചയായിട്ടും സംസ്ഥാന ധനമന്ത്രി അല്ല ജയിക്കുക, കേന്ദ്ര ധനമന്ത്രി തന്നെയാണ് ജയിക്കുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ CAG ചൂണ്ടിക്കാണിച്ച ആ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഈ കടമെടുക്ക് സംസ്ഥാന ബജറ്റിനകത്ത് തന്നെ വരേണ്ടതാണ്. അത് മാത്രവുമല്ല, സംസ്ഥാനത്തിന് പലിശ ഇനത്തിൽ, റവന്യൂ വരുമാനത്തിൽ നിന്ന് പലിശ ഇനത്തിൽ കൊടുക്കേണ്ടത് മാക്സിമം 10% എന്നാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പറയുന്നത്. ഇവിടെ 19% ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പലിശയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് നമ്മൾ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എല്ലാ സംസ്ഥാനങ്ങളും
പാലിക്കേണ്ട ആക്ടിനെ തന്നെയാണ് ഇപ്പോൾ വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വയലേറ്റ് ചെയ്ത ഒരു സംസ്ഥാനത്തിന് തന്നെ, ഒരു ഫെഡറൽ സംസ്ഥാനത്തിൽ മുൻപോട്ട് പോകാൻ ഒക്കില്ല. അതുകൊണ്ട് നമ്മുടെ കടം പരിധി ഇതിനെ കിഫ്ബിയെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിനെയും ബജറ്റിനകത്ത് തന്നെ കൊണ്ടുവരണം. അങ്ങനെ ക്രമമായി ബജറ്റിനെ ക്രമീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ കാലക്രമത്തിൽ വളരെ പതുക്കെയെങ്കിലും സംസ്ഥാനത്തിന് ഇതുപോലെയുള്ള കടുത്ത ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റും. അല്ലെങ്കിൽ സംസ്ഥാനം കടക്കെണിയിലേക്ക് തന്നെ പോകുന്നതുമാകും.